ഹലോ, ഗുഡ് ഈവനിങ്. നമുക്കിന്നൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്താലോ? ഒരു സിമ്പിൾ പേപ്പർ ഫ്രെയിമാണ്. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ അതിനിവിടെ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഷീറ്റ്സ്, കളർ ചാർട്ട് പേപ്പർ, നല്ല കട്ടിയുള്ള കളർ ഷീറ്റ്സൊക്കെ നമുക്ക് അല്ലെങ്കിൽ പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഷീറ്റിലാണ് ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിൽ ഞാൻ 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് ലൈൻസ് ഇടുന്നത്. നിങ്ങൾക്ക് ഫ്രെയിമിന് എത്രത്തോളം വീതി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ട് ചെയ്യാം. 2 സെൻറ്റിമീറ്ററോ 1.5ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കറക്റ്റ് മെഷർമെൻറ്റ് വന്നില്ലെങ്കിൽ ഫ്രെയിം കറക്റ്റ് ഒന്ന് സെറ്റായിട്ട് ഇരിക്കില്ല. അത് 4 സൈഡിൽ നിന്നും നല്ല സെക്യൂറായിട്ട് വെക്കാനായിട്ട് മെഷർമെൻറ്റ് കറക്റ്റ് ആവണം. ഞാൻ എന്നിട്ട് 4 സൈഡിലും ആ ഒരു 1.5 സെൻറ്റിമീറ്ററിലെ ലൈൻസ് ഇട്ടിട്ട് 4 കോർണറും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന പോലെ ആ ഒരു 3 ലൈൻസിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. 2 സൈഡിൽ, അതായത് ആ ചാർട്ട് പേപ്പറിൻ്റെ 2 സൈഡിൽ മാത്രമാണ് ഇത് വരച്ചു കൊടുക്കേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണ്ട. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 2 സൈഡിലും കൂടെ ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ട് അതും കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. 4 സൈഡും നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി ഇതകത്തേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് സെക്യൂറായിട്ട് വെക്കുക. കണ്ടോ, നമ്മുടെ പേപ്പർ ഫ്രെയിം എത്ര ഈസി ആയിട്ടാണ് റെഡി ചെയ്ത്. ഇന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താം. ഞാൻ ചെയ്തത് ഇതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.